പിണറായി വിരുദ്ധ തരംഗം ആഞ്ഞടിച്ച കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ കൊച്ചു പാർട്ടികൾ ഒരുപാടെണ്ണം നാമാവശേഷമായി പോയി. അപ്പോൾ RJDക്ക് മാത്രമാണ് ഒരു സീറ്റ് കിട്ടിയത്. അതിൽ നാമാവശേഷമായി പോയ, അതായത് മരുന്നിന് പോലും വിജയിക്കാതെ പോയ പാർട്ടിയാണ് ഒന്ന് കോൺഗ്രസും NCPയും. രണ്ടും കോൺഗ്രസ് സ്വഭാവമുള്ള പാർട്ടികൾ. രണ്ടും പഴയ കോൺഗ്രസ്സുകാരാണല്ലോ. അതെ, ഈ രണ്ടുപേർക്കും ഏതാണ്ട് 80 വയസ്സിന് മുകളിൽ പ്രായമുണ്ട്. പരസഹായമില്ലാതെ നടക്കാൻ സാധിക്കാത്തവരാണ് കടന്നപ്പള്ളിയും AK ശശീന്ദ്രനും. ഈ രണ്ടുപേരെ ആരെങ്കിലുമൊക്കെ പിടിച്ചുകൊണ്ട് വേണം നടക്കാൻ. ആ വിധത്തിൽ വയ്യാത്ത വിധത്തിൽ തീർത്തും വാർദ്ധക്യത്തിൻ്റെ അവശതകൾ അനുഭവിക്കുകയാണ്. ഇപ്പോൾ ഇവർ രണ്ടുപേരും വിചാരിക്കുന്നു, ഞങ്ങൾ രണ്ട് കിളവന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിന്നിട്ട് ഒരു കാര്യവുമില്ല, ഞങ്ങൾക്കൊരു പാർട്ടി വേണം. ആദ്യം എന്ത് വെച്ച് ലയിക്കാമെന്ന് തീരുമാനം. ഭരണമില്ലാത്തത് കൊണ്ട് ഉള്ള പാർട്ടി നടത്തിക്കൊണ്ട് പോകാനുള്ള വഴിയില്ല. അപ്പോൾ ആദ്യം വിചാരിക്കുന്നു ലയിക്കാമെന്ന്. അപ്പോൾ ഒരു തർക്കം വന്നു, ആരെങ്ങോട്ട് ലയിക്കും, ആരാദ്യം പറയും എന്ന് പറഞ്ഞാൽ ശശീന്ദ്രൻ പറയുന്ന ഈ NCPയിൽ ഉള്ള തോമസ് കെ തോമസോ അല്ലെ ഇദ്ദേഹം PC ചാക്കോയോ ഒക്കെ ഈ ലയിക്കാൻ തയ്യാറാകണമെന്നില്ല. അതുപോലെ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പാർട്ടി ഇന്ത്യയിൽ ഒരിടത്തും ഇല്ല, എനിക്കൊന്ന് കേരളത്തിൽ മാത്രമേ. അത് കടന്നപ്പള്ളി രാമചന്ദ്രൻ അന്തരിക്കുന്നതോടുകൂടി ആ പാർട്ടിയും അതോടുകൂടി ഇല്ലാതെ. അപ്പം ആ കോൺഗ്രസ് എസിലോട്ട് ലയിക്കാമെന്ന് വിചാരിച്ചാൽ അദ്ദേഹം പറയുന്നു ഇങ്ങോട്ട് ലയിക്കണം, ഇദ്ദേഹം പറയുന്നു അങ്ങോട്ട് ലയിക്കണം. അപ്പോൾ രണ്ടുപേരും കൂടെ അവസാനം തീരുമാനിക്കുന്നു എങ്ങോട്ടും ലയിക്കേണ്ട ഒരു മൂന്നാമതൊരു പാർട്ടി, പുതിയ പാർട്ടി അങ്ങ് ഉണ്ടാക്കാം. അങ്ങനെ രണ്ട് പേര്, ഒരു സെക്കുലർ കോൺഗ്രസ് അല്ലെ ഒരു ഡെമോക്രാറ്റിക് കോൺഗ്രസ്, ഇങ്ങനെ രണ്ട് പേര് അവർ നിശ്ചയിച്ചിട്ടുണ്ട്. ഇതിലേതെങ്കിലും ഒരെണ്ണം ഇത് ചെയ്യാനായിട്ട് രണ്ട് ഭാഗത്തു നിന്നും രണ്ട് വീതം സംസ്ഥാന ഭാരവാഹികളെ ഉൾപ്പെടുത്തി ഒരു കമ്മിറ്റി, 4 അംഗ കമ്മിറ്റി. ഇവരെ രണ്ടുപേരുടെയും ചരിത്രം എന്ന് പരിശോധിക്കാൻ വളരെ രസകരമാണ്. കടന്നപ്പള്ളി രാമചന്ദ്രൻ 26ാമത്തെ വയസ്സിൽ MP ആയ ആളാണ്. 71-ൽ അന്ന് അദ്ദേഹം പരാജയപ്പെടുത്തിയത് സാക്ഷാൽ EK നായനാരെയായിരുന്നു. കാസർഗോഡ് മണ്ഡലം എന്ന് പറയുന്നത് എല്ലാ കാലത്തും CPM-ൻ്റെ കുത്തകയായിരുന്നു. AKG അവിടെ മത്സരിച്ചിരുന്ന AKG അപകടം മണത്ത് അദ്ദേഹം പാലക്കാട്ടേക്ക് മാറുകയായിരുന്നു എന്നാണ് പറയുന്നത്. പകരം നായനാരെ സ്ഥാനാർത്ഥിയാക്കി. KSUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റായിരുന്ന കടന്നപ്പള്ളി രാമചന്ദ്രൻ അവിടെ മത്സരിക്കുന്നു, അദ്ദേഹം ജയിക്കുന്നു. അദ്ദേഹം അടുത്ത തവണ 77-ലും അദ്ദേഹം വീണ്ടും അവിടെ തന്നെ തിരഞ്ഞെടുക്കപ്പെട്ടു. അദ്ദേഹം 80-ലാണ് അദ്ദേഹം പിന്നെ MLA ആവുന്നത്. പിന്നീട് അദ്ദേഹത്തിന് ചില ഇടവേളകൾ അദ്ദേഹം ജയിക്കുന്നു, തോക്കുന്നു, അങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് ഇതേ അവസ്ഥ, ഇതിൻ്റെ വേറൊരു അവസ്ഥയാണ് AK ശശീന്ദ്രൻ. ശശീന്ദ്രൻ ആദ്യം MLA ആവുന്നത് 1980-ലാണ്. പിന്നെ കുറേ ഗ്യാപ്പൊക്കെ വരുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ കൂടെ തുടർച്ചയായിട്ട് ജയിക്കാനും തുടങ്ങി, മന്ത്രിയായി. പിണറായി മന്ത്രിസഭയിലെല്ലാം അദ്ദേഹം മന്ത്രിയാവുന്നു. ആദ്യ പിണറായി മന്ത്രിസഭയിൽ അദ്ദേഹം മന്ത്രിയാകുമ്പോഴാണ് പൂച്ചക്കുട്ടി വിവാദം ഉണ്ടായത്, രാജിവെക്കേണ്ടി വരുന്നത്. അതിനകത്ത് വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. പിണറായി വിജയൻ്റെ എന്തോ ബന്ധുവാണ് ഇയാൾ, അങ്ങനെ എന്തോ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്താണെങ്കിലും പിണറായി ഒരിക്കലും കൈവിടാത്ത ആൾക്കാരിൽ INTUC നേതാവ് ചന്ദ്രശേഖരൻ കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഈ ശശീന്ദ്രനാണ് ഉള്ളതെന്ന്. കാരണം ഇത്തവണ പോലും എലത്തൂരിൽ അയാൾ മത്സരിക്കാൻ തുടങ്ങുമ്പോൾ അയാളെ മാറ്റി അവിടെ വേറൊരാൾക്ക് സീറ്റ് കൊടുക്കാൻ പ്രാദേശിക തലത്തിൽ പോലും വലിയ തോതിലുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതെ, NCP ജില്ലാ കമ്മിറ്റി വരെ ഇയാൾക്കെതിരായിരുന്നു. പക്ഷേ അത് സമ്മതിച്ചില്ല. അതുകൊണ്ട് എന്ത് പറ്റി, വിദ്യാ ബാലകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു കോൺഗ്രസ് നേതാവ് അവർക്ക് ജയിക്കാൻ പറ്റി. പക്ഷേ അവർ ഫേമസ് ആയത് ഇപ്പോഴാണെന്നേ ഉള്ളൂ. അവരെ മന്ത്രിയാക്കാൻ 3 കോടി കൊടുത്താൽ മതി എന്ന് പറഞ്ഞ് കോള് വന്നു എന്ന് പറയുമ്പോഴാണ് ഉണ്ടാകുന്നത്. ഒന്ന് ആലോചിക്കണം, ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് AK ശശീന്ദ്രന് ഈ കേസ് വരുമ്പോൾ, പൂച്ചക്കുട്ടി കേസ് വരുന്ന സമയത്ത് ആരും പറയുന്നില്ല, അത് ആരും അവിടെ ചർച്ച ചെയ്തെന്താണ്, ആ ചർച്ച വഴിതിരിച്ചു വിടുകയാണ്. എല്ലാതാണ് ചെയ്തത് അന്നത്തെ കാലത്ത്. ആ ചർച്ച വഴിതിരി, അതായത് വയോധികനായ ഒരു മന്ത്രി ഒരു ഉന്നത സ്ഥാനത്തേക്ക്, ഇപ്പം എന്താ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാജിക്ക് വേണ്ടി മുറവിളി കൂട്ടിയ ഇവിടുത്തെ അതേ പാർട്ടിക്കാർ തന്നെയാണ് അന്ന് അയാളെ ഹണി ട്രാപ്പിൽ കുടുക്കിയതാണെന്ന് ഒരു ആരോപണമായിട്ട് മനുഷ്യൻ അദ്ദേഹത്തെ കുടുക്കിയതാണ് എന്നുള്ളതാണ്. ഹണി ട്രാപ്പിൽ കുടുങ്ങാൻ തയ്യാറായി നിന്നതിന് കുഴപ്പമില്ല, അതിന് ഒരു കുഴപ്പമില്ല. ഇതിനകത്ത് ഹണി ട്രാപ്പിൽ കുടുക്കിയതാണ് എന്ന് പറഞ്ഞ് അയാൾ വരുന്നത്. അപ്പോൾ ആദ്യം അയാൾ രാജിവെക്കേണ്ടി വരും. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ആ സംഭാഷണത്തിൽ ഉള്ളത് ഇദ്ദേഹമാണല്ലോ, നിഷേധിച്ചിട്ടില്ല. ഇല്ല, അത് അദ്ദേഹം ആയതുകൊണ്ടാണല്ലോ രാജിവെച്ചത്. അദ്ദേഹം ആയതുകൊണ്ട് അയാൾ രാജിവെച്ച, അദ്ദേഹം അല്ലെങ്കിൽ എന്തിനാ രാജിവെച്ചത്? അദ്ദേഹം ആയതുകൊണ്ട് തന്നെ രാജിവെച്ചു. ഒടുവിൽ നിരവധി സമ്മർദ്ദങ്ങൾ ചെലുത്തി ഈ ചാനലിനെ കൊണ്ട് ഇവർ മാപ്പ് പറയിപ്പിച്ചിട്ട് പിന്നീട് അവർക്കെതിരെ കേസെടുപ്പിച്ചിട്ട് ആ അന്വേഷണം അട്ടിമറിച്ച് ഒടുവിൽ പിന്നെ ഈ പറയുന്ന ശശീന്ദ്രൻ്റെ വഴിക്ക് കൊണ്ടുവന്ന് അയാളെ കുറ്റവിമുക്തനാക്കി വീണ്ടും അയാളെ മന്ത്രിയാക്കി. അങ്ങനെ മന്ത്രിയാക്കിയിട്ടാണ് ഇവിടുത്തെ CPM-കാരും DYFI-ക്കാരും SFI-ക്കാരും എല്ലാം കൂടെ രാഹുൽ മാങ്കൂട്ടത്തിന് നേരെ തിരിഞ്ഞത്. അല്ല, അത് പിന്നെ CPM-ൽ ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് അതിന് ചർച്ച ചെയ്യാൻ സമയം കാണുള്ളൂ. ഇമാതിരി പ്രശ്നങ്ങൾ ചെന്ന് പെടുന്ന വിദ്വാന്മാർ.
പെണ്ണേഴ്സിൽ പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് ആളിനെ ഒരു അവസാനം തിരിച്ചെടുത്ത് ഉന്നത സ്ഥാനത്തൊന്ന് നിർത്തിയ പാർട്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ കാര്യമില്ല. അതുപോലെ കടന്നപ്പള്ളി രാമചന്ദ്രൻ്റെ കാര്യം, കടന്നപ്പള്ളിക്ക് നല്ല പ്രായമുണ്ട് ഇപ്പോഴത്തേന്. അദ്ദേഹത്തിന് നടക്കാൻ നമ്മൾ കാണുന്നതാണല്ലോ അദ്ദേഹം പലപ്പോഴും നടക്കാൻ വയ്യാത്തൊരു മനുഷ്യൻ. അദ്ദേഹം ഇത്തവണ കാര്യം മത്സരിച്ചു എന്നുള്ളതിൻ്റെ ഒരു അതിക്രമമാണ്. അവരുടെ പാർട്ടിയിൽ കോൺഗ്രസ്സിൽ ചെറിയ പാർട്ടി ആണെങ്കിൽ പോലും അവിടെ മത്സരിക്കാൻ യോഗ്യതകൾ വേറെ ആരെല്ലാം ഉണ്ട്. അവരൊരാൾക്ക് ഒരു സീറ്റ് കൊടുക്കാമായിരുന്നു, അത് ചെയ്യാതെ ഞാൻ തന്നെ മത്സരിക്കാമെന്ന് പറഞ്ഞാൽ ഇറങ്ങി പുറപ്പെട്ടതാണ്. ഇതിനകത്ത് വേറെ ഒരു കോമഡി എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഭരണത്തിൽ നിന്ന് തന്നെ ഇവർ അപ്രത്യക്ഷമായാലും പറഞ്ഞ ആൾക്കാരില്ലാതെ വന്നതോടെ ഇവരുടെ ജില്ലാ ഘടകങ്ങളിൽ നിന്ന് വൻതോതിൽ കൊഴിഞ്ഞു പോക്കണം. എല്ലാം കോൺഗ്രസിൽ പോയി കോൺഗ്രസിലല്ല, പത്തനംതിട്ട ജില്ല കുറച്ച് പേര് കോൺഗ്രസ് എസ് നിന്ന് പോയി ചേർന്നിരിക്കുന്ന RSPയിലേക്ക്. കോൺഗ്രസിൽ പോയിട്ട് കാര്യമില്ല. ഇവരുടെ ലക്ഷ്യം എന്താണെന്നറിയോ? കച്ചവടമാണ്. കച്ചവടം എപ്പോഴും ഈ മന്ത്രിമാർക്കൊപ്പം നിൽക്കുന്നത് കച്ചവടത്തിന് വേണ്ടി. ഇപ്പം ഈ പറയുന്ന കേരള കോൺഗ്രസ് എസിന്റെ പേരിലൊക്കെ PSC മെമ്പർ സ്ഥാനം പോയിട്ടുണ്ട്. അതൊക്കെ എത്ര ലക്ഷം രൂപയ്ക്കായിരിക്കും കച്ചവടമായിരിക്കും, എത്ര ലക്ഷം രൂപ കൊടുത്തിട്ടായിരിക്കും PSC മെമ്പർ സ്ഥാനം മേടിച്ചതെന്ന് നമുക്കറിയാൻ സാധിക്കില്ല. അതുപോലെ ഇനിയിപ്പോൾ ഈ പറയുന്ന കോൺഗ്രസിലോട്ട് പോയിട്ട് കാര്യമില്ല. ഇവിടെ കോൺഗ്രസിലുള്ളവർ വിചാരിച്ചിട്ട് അവർക്കൊരു ഗവൺമെന്റ് ലീഡറെ പോലും ഉണ്ടാക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അവർക്ക് പിന്നെ ചെയ്യാവുന്ന ഒരു കാര്യം, ഘടകകക്ഷികളായിട്ടുള്ള മുസ്ലിം ലീഗോ അല്ലെങ്കിൽ RSPയോ അതും അല്ലെങ്കിൽ ഫോർവേഡ് ബ്ലോക്ക് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി ചേരുക എന്നുള്ളത്. ഇത്തരം ആളുകൾ എപ്പോഴും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അവർക്ക് അധികാരം മാറുന്നതനുസരിച്ച് അവർ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇവരെന്ത് ചെയ്ത് ഈ ഞാൻ പറഞ്ഞ കക്ഷികളെല്ലാം കൂടെ പോയി RSPയിൽ ചേർന്നിട്ടുണ്ട്. RSPക്ക് ഒരു മന്ത്രി ഉണ്ടല്ലോ. അതെ, ഈ മന്ത്രിയുടെ പേരിൽ പലവിധ പരിപാടികൾ ഇവർക്ക് നടത്താൻ സാധിക്കും. വനം വകുപ്പാണ് ഇങ്ങനെ ഘോരം ഇങ്ങനെ കിടക്കുകയാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ 2 വന്ധ്യവയോധികന്മാർ ചേർന്ന് ഒരു പാർട്ടി രൂപീകരിക്കുന്നു. അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇവർക്ക് മത്സരിക്കാൻ കഴിയുമോ എന്ന് പോലും ഉറപ്പില്ല. കാരണം 5 വർഷം കഴിയണം. ഇവരൊക്കെ ചുവന്നുകൊണ്ട് വേണ്ടി ഒരു അവസാനം വോട്ട് ചോദിക്കാൻ വേണ്ടി. അപ്പോഴും ഇവരെ എവിടെ ഘടകകക്ഷിയായിട്ട് വെക്കും? ഇതിപ്പം പിണറായി വിജയനുമായിട്ടുള്ള ബന്ധുത്വത്തിൻ്റെ പുറത്താണ് ശശീന്ദ്രൻ അവിടെ ഘടകകക്ഷിയായിട്ട് നിന്നതും മന്ത്രിയായിട്ടുള്ളതും. കടന്നപ്പള്ളി രാമചന്ദ്രന് പിന്നെ എന്താണ്, ഫുൾ ടൈം മന്ത്രിയായിട്ടല്ലല്ലോ കൊടുത്തത്, ഹാഫ് ടൈം അല്ല. അഹമ്മദ് ദേവർകോവിലിന് ശേഷമല്ലേ കടന്നപ്പള്ളിക്ക് കൊടുക്കുന്നത്. അപ്പം അതുമാത്രമല്ല, ഈ പറയുന്ന ശശീന്ദ്രന് പകരം തോമസിനെ മന്ത്രിയാക്കണമെന്ന് പറഞ്ഞ് വലിയ ബഹളം ഉണ്ടായിരുന്നു. പാർട്ടി തയ്യാറായിരുന്നു, പക്ഷേ പിണറായി വിജയൻ സമ്മതിച്ചു. ഈ കടന്നപ്പള്ളി രാമചന്ദ്രൻ കോൺഗ്രസ്സിലായിരുന്ന സമയത്ത് അദ്ദേഹം വലിയ നേതാവായിരുന്നു ഒരു കാലത്ത്. അത് ഇതിലും വലിയ പദവികളിൽ എത്തേണ്ടതാണ്. അദ്ദേഹത്തിനാണ് കഴിഞ്ഞ മന്ത്രിസഭയിൽ കൊടുത്ത വകുപ്പ് നമ്മൾ കണ്ടാണല്ലോ പിണറായി. പുരാവസ്തു രജിസ്ട്രേഷനാണ്. അല്ല, ഒരു മന്ത്രിസ്ഥാനത്തിന് വേണ്ടി അങ്ങ് കൊടുത്തതേ ഉള്ളൂ. അല്ലാതെ ഈ വകുപ്പ് കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഒരു മന്ത്രി, ഈ വകുപ്പിനൊരു മന്ത്രി ഇരുന്ന തുറമുഖ വകുപ്പെടുത്ത് ആസ്മന് കൊടുക്കുകയും ചെയ്തു. അതവിടെ വേറെ കച്ചവടം ലക്ഷ്യമിട്ടിട്ടാണ് അത് ചെയ്തത്. പക്ഷേ ഇത് നമ്മളെ ഏറ്റവും ഭയങ്കരം ചില സിനിമകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതുപോലെ ഓരോ ഘടകകക്ഷിയുടെ വലിയ നേതാക്കന്മാരെ വലിയ സ്ട്രക്ചറെ കൊണ്ടുവന്ന് അവിടെ ഇരുത്തും. അവിടെ ഇരുന്ന് ഉറങ്ങിക്കഴിഞ്ഞ് ഈ പിന്നെ ക്യാബിനറ്റ് മീറ്റിംഗ് നടക്കുന്ന ഇടയ്ക്ക് ഓരോന്ന് പറയുമ്പോൾ ഇവൻ ചാടി എണീച്ചിട്ട് എന്തുവാ അന്നേരം ഏതോ സിനിമയെ കണ്ടുണ്ട്, ഈ കുന്തം എടുത്ത് ചെവിയിലോട്ട് വെക്കോ എന്ന് പറയുന്ന ഇത് വെച്ച് കഴിയുമ്പോഴാണ് ഇത് കേൾക്കുന്നത്. ഇവരൊക്കെ കോൺഗ്രസ്സിൽ പിന്നെ എന്താണ് KSU യൂത്ത് കോൺഗ്രസ്സിൽ ഉണ്ടായിരുന്ന കാലത്ത് അന്ന് കോൺഗ്രസ്സിലുണ്ടായിരുന്ന 50-60 വയസ്സൊക്കെ ഉള്ള നേതാക്കന്മാരെ, കടൽക്കിഴവന്മാരെ നിങ്ങൾ ഇറങ്ങിപ്പോകും, ഞങ്ങൾക്ക് അവിടെ കയറി ഇരിക്കണമെന്ന് പറഞ്ഞ് വന്ന കക്ഷികളിൽ പെട്ടവരാണ് ഇവരില്ല. ഇവരിപ്പോൾ എന്ത് കിഴവന്മാരായി എന്നുള്ളതാണ് ആദ്യം അന്വേഷിക്കേണ്ടത്. ഇവരെയൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കണം. ഇപ്പം CPM എടുത്തു കഴിഞ്ഞാൽ 70 വയസ്സിന് മേൽ, അല്ലെ എത്ര, 75 വയസ്സിന് മേൽ പ്രായ നിയന്ത്രണം കൊണ്ടുവന്നു. 75 വയസ്സിന് മേൽ പ്രായമുള്ളവർ ഇലക്ഷന് മത്സരിക്കേണ്ട, ഭാരവാഹിത്വം വേണ്ട, പാർട്ടിയുടെ അംഗത്വം താഴേക്കിടയിലേക്കുള്ളത് മതി, ജില്ലാ സെക്രട്ടേറിയറ്റ് ഒഴിവാക്കുന്നു. പക്ഷെ പിണറായി വിജയന് മാത്രം ഇളവ് കൊടുക്കില്ല. അതേ പിണറായി വിജയൻ തനിക്കൊപ്പം ചേരുന്ന ശശീന്ദ്രൻ, പിണറായി വിജയനേക്കായി മൂത്താണ് ശശീന്ദ്രൻ. പിണറായി വിജയനേക്കായി പ്രായമാണ് ശശീന്ദ്രൻ. 85 വയസ്സിന് മേളിലുണ്ട്. 90 അടുത്ത ഇലക്ഷൻ വരുമ്പോഴത്തേക്ക് 90-91 വയസ്സാകും. ഇയാളൊക്കെ എവിടെ ചെന്ന് മത്സരിക്കും? എങ്ങനെ മത്സരിക്കാൻ പറ്റും? ജീവിച്ചിരുന്നെങ്കിലല്ലേ മത്സരിക്കാൻ സാധിക്കുകയുള്ളൂ. ആരോഗ്യത്ത് അന്നവിടെ ഉണ്ടെങ്കിൽ പിന്നെ എന്താണ് എല്ലാം തിരിച്ചറിയാൻ കഴിയുന്ന ഒരു അവസരമാണ് മത്സരിക്കാമെന്ന് പറയും. എന്താണെങ്കിലും അങ്ങനെ ഒരു പുതിയ പാർട്ടിയുടെ കേരളത്തിലേക്ക് 2 പാർട്ടികൾ ചേർന്ന് ഒരു പുതിയ പാർട്ടി, 80 കഴിഞ്ഞ 2 യുവാക്കളുടെ പുതിയ പാർട്ടി വരികയാണ്. ഇവിടെ അഭിജിത്ത് ദീപ്കയെ പോലെയുള്ള ആൾക്കാർ ജന്തർ മന്ദിറിൽ സമരം ചെയ്ത്, നൂതന സമരം ചെയ്ത് യുവാക്കളെ സംഘടിപ്പിച്ച് വലിയ സർക്കാരിനെതിരെ ഘോരം പടപൊരുതുന്ന സ്ഥലത്താണ് ഈ 2 കളവന്മാർ വന്നിട്ട് ഈ പുതിയ പാർട്ടി ഉണ്ടാക്കി അതിലേക്ക് യുവാക്കളെ ആകർഷിക്കാൻ നിൽക്കുന്നത്. അവിടെ ഈ പാർട്ടിയിലെ യുവജന വിഭാഗത്തിന്റെ പ്രസിഡന്റായിട്ട് 70 വരെയൊക്കെ നിയമിക്കുക വളരെ പരിഹാസ്യവും അപഹാസ്യവുമായിട്ടുള്ള സംഗതികളാണ്. ഇവർക്കൊക്കെ ഇനിയും മതിയായി കൂടെ എന്ന് മാത്രമേ ചോദിക്കാനുള്ളൂ.